ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ഈസിയും ടേസ്റ്റിയുമായ ഒരു കൈപ്പക്ക അച്ചാറാണ് കേട്ടോ. ഇത്രയും ടേസ്റ്റുള്ള ഈ ഒരു അച്ചാർ റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. എന്നും പറയുന്നത് പോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും നിങ്ങൾ മറക്കണ്ട കേട്ടോ. എൻ്റെ ചാനലിൽ ഒരുപാട് നല്ല നല്ല വീഡിയോസുകളൊക്കെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കയറി സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഒട്ടും വൈകാതെ തന്നെ നമ്മളെ വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ കുറച്ച് കൈപ്പങ്ങ ചെറുതായി എടുത്ത് ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ചധികം കൈപ്പക്ക ഉണ്ട്. കൈപ്പങ്ങ എന്നൊക്കെ പറയും കേട്ടോ. അങ്ങനെ ചെറുതായി മുറിച്ചെടുത്ത് റെഡിയാക്കിയ ഈ ഒരു കൈപ്പക്കയിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഈ കൈപ്പക്ക നമുക്ക് ഉപ്പിട്ട് ഉണക്കിയതിൻ്റെ ശേഷം അച്ചാറിടാം. ഞാൻ ചെയ്യുന്ന ഈ കോലത്തിലും അച്ചാറിടാം കേട്ടോ. അതിലേക്ക് കുറച്ച് മുളക് പൊടി കുറച്ച് മതി. നമുക്ക് ഒരുപാട് സാധനങ്ങൾ ഇതിലേക്ക് കയറാനുള്ളത് കൊണ്ട് ഈ ഒരു രീതിയിൽ ഇട്ട് കൊടുത്താൽ മതിട്ടാ. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇതൊന്ന് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. കൈപ്പക്ക ഒരു 10 മിനിറ്റ് അവിടെ നിൽക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് ഇത് പൊരിച്ചെടുക്കാനായിട്ടുള്ള ഒരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ട് അതിന് നന്നായിട്ടൊന്ന് കത്തിച്ച് കൊടുക്കട്ടോ. ഇത് വിറകടുപ്പിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ ഉരുളിയൊക്കെ നന്നായി ചൂടായി വന്നതിന് ശേഷം നമുക്കതിലേക്ക് പൊരിച്ചെടുക്കാൻ ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയിലാണ് നമ്മൾ പൊരിച്ചെടുക്കുന്നത് എങ്കിൽ എണ്ണയിൽ തന്നെ നമ്മൾ ഈ അച്ചാർ ഉണ്ടാക്കുകയും വേണം കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യമായ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കൈപ്പക്ക ഇട്ട് കൊടുക്കട്ടോ. കൈപ്പക്ക ഇതുപോലെ കിട്ടുന്നവരൊക്കെ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി. നല്ലൊരു ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ളൊരു അച്ചാർ റെസിപ്പിയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അരിഞ്ഞ് വെച്ച മുളക് പുരട്ടി വെച്ച കൈപ്പക്ക നമ്മൾ ആ ഒരു എണ്ണയിലേക്ക് ഇട്ട് പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 3-4 വാക്കൊക്കെ ഇട്ടിട്ട് ഇതാന്ന് ഞാനിതുപോലെ ഫുള്ളും പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. വെയിലത്ത് വെച്ച് ഉണക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ആ ഉണക്കിയ അതുപോലെ തന്നെ ഇതിൽ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് വറുത്തിട്ട് ഇങ്ങനെ ചെയ്താൽ മതി. ഇത് ഞാൻ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുത്തതാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെല്ലാ കൈപ്പങ്ങയും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അത് കണ്ടോ. ഇനി നമുക്ക് ആ ഉരുളി തന്നെ കഴുകിയിട്ട് അടുപ്പത്ത് വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ട മസാലകളൊക്കെ ഒന്നിട്ട് കൊടുക്കട്ടോ. ആ പൊരിച്ച എണ്ണ ഒന്നിനും എടുക്കരുത്. അതിനൊരു കയ്പ്പ് രസമുണ്ടാവും, അത് ഒഴിവാക്കണേ. വീണ്ടും ഇതാ ഉരുളിയിലേക്ക് ഞാൻ നല്ലെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ മൂത്ത് വന്നപ്പോഴേക്കും അതിലേക്ക് കടുകിട്ട് കൊടുത്തിട്ടുണ്ട്. കടുകൊന്ന് പൊട്ടി വരുന്നപ്പോഴേക്കും അതിലേക്ക് ഞാൻ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ തൊലിച്ച് വെച്ച വെളുത്തുള്ളി, അരിഞ്ഞു വെച്ച പച്ചമുളക്, പിന്നെ ഞാൻ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മൾ അടുപ്പിലെ തീ ചൂടേറണേ. അങ്ങനെ ഞാൻ എന്താക്കി, അടുപ്പത്ത് നിന്നും വാങ്ങി വെച്ചതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉലുവപ്പൊടി, പിന്നെ കുറച്ച് കായപ്പൊടി. ഉലുവപ്പൊടി കായപ്പൊടിയൊക്കെ നിർബന്ധമാണ് കേട്ടോ. എന്തായാലും ഇതിലേക്ക് ഇട്ട് കൊടുക്കണം.
ഇതൊക്കെ അടുപ്പത്ത് നിന്നും എടുത്ത് വെച്ചതിന് ശേഷമാണ് കേട്ടോ, വാങ്ങി വെച്ചതിനാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അടുപ്പ് കുറച്ച് ചൂടാറണേ. നമ്മൾ പൊടികളൊക്കെ ഇടുമ്പോൾ കൂടുതൽ ചൂട് പാടില്ല കേട്ടോ. ഉരുളി കുറച്ച് കനമുള്ളത് കൊണ്ട് തന്നെ ആ ഉരുളിക്ക് നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ വീണ്ടും അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് പിക്കിൾ പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇത് നന്നായി ഇളക്കിയെടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർത്തിട്ട് കുറച്ച് സുർക്കയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. പോരായുള്ള ഉപ്പും കൂടി കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പൊരിച്ച് വെച്ച കയ്പങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ ഇതിൽ എല്ലാ സാധനങ്ങളും ഇട്ടിട്ടുണ്ട്. ഒരു സാധനം മാത്രം മറന്നു പോയിട്ടുണ്ട്, അത് ശർക്കരയാണ് കേട്ടോ. അത് ഞാൻ ഇതിൻ്റെ ലാസ്റ്റിൽ ഓർമ്മയായപ്പോൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശർക്കര എന്തിനാണ് ഇടുന്നത് വെച്ചാൽ ഈ ഒരു കയ്പിനെയും എരിവിനെയും എല്ലാത്തിനെയും ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ടാണ് നമ്മൾ ശർക്കര ഇട്ട് കൊടുക്കുന്നത്. ശർക്കര ഇല്ലാത്തവർ പഞ്ചസാര ഇട്ട് കൊടുത്താലും മതി കേട്ടോ. അങ്ങനെ നമ്മൾ കയ്പക്ക അച്ചാർ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മൾ ശർക്കരയും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു കട്ട ശർക്കര മതി, അതവിടെ കിടന്നിട്ട് റെഡിയായി വന്നോളൂ. അങ്ങനെ അതാ നമ്മളെ അച്ചാറിൻ്റെ ഫൈനൽ സ്റ്റേജാണ്. നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് എണ്ണയൊക്കെ ഇങ്ങനെ ഇറങ്ങി വരും കേട്ടോ. എപ്പോഴും നമ്മൾ അച്ചാറുണ്ടാക്കുമ്പോൾ നല്ല എണ്ണയിൽ ഉണ്ടാക്കണം, എന്നാലേ നമുക്കത് കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റുള്ളൂ. പിന്നെ എടുത്ത് വെക്കുമ്പം വലിയ ഒരു ബോട്ടിൽ എടുത്ത് വെക്കാതെ ചെറിയ ബോട്ടിൽ 3-4 ബോട്ടിലൊക്കെ നമ്മൾ എടുത്ത് വെക്കുക. എന്നിട്ട് ഓരോ ബോട്ടിൽ അച്ചാർ കഴിയുമ്പോൾ മറ്റേ ബോട്ടിൽ തുറന്നിട്ട് എടുക്കുക. അങ്ങനെയൊക്കെ ചെയ്യുക. എന്നാലേ നമുക്ക് അച്ചാർ കേടുകൂടാതെ കുറേ ദിവസങ്ങളോളം എടുത്ത് വെക്കാൻ പറ്റുള്ളൂ. വലിയൊരു ബോട്ടിലാക്കി കഴിഞ്ഞാൽ നമ്മൾ സ്പൂണൊക്കെ ഇട്ട് എടുക്കുമ്പോൾ അതിന് പൂപ്പലൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു അച്ചാർ മാത്രമല്ല, എല്ലാ അച്ചാറും അങ്ങനെ തന്നെയാണ് കേട്ടോ. ചെറിയ ചെറിയ ബോട്ടിലാക്കിയിട്ട് നമ്മൾ വെക്കുക. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുന്നു. എല്ലാവരും ഇത്രയും ഈസിയായ ടേസ്റ്റിയായ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.